ഇതൊരു ചിക്കൻ കറി എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, സമയം കൂടുതലെടുക്കാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കനാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത്, 1 കിലോ ചിക്കൻ എടുത്തിട്ട് അതിൽ തൈരും ഉപ്പും കൂടാതെ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ അരമണിക്കൂറായി റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. ഇനി അതിനു ശേഷം നമുക്കിത് പാകം ചെയ്യുന്നത് നോക്കാം. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇടുക. സവാള ഇല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാൻ പോവുക. അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് ഇളക്കുക. ഒരിക്കലും മൂടി വയ്ക്കാൻ പാടില്ല. മൂടി വയ്ക്കാതെ തന്നെ, മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങുമ്പോഴത്തേക്ക് അത് ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ പാടാണ്. വെള്ളം ഇറങ്ങാതിരിക്കുമ്പോഴത്തേക്കും ചിക്കൻ പെട്ടെന്ന് ഫ്രൈ ആയിരിക്കുമ്പോഴാണ് ചിക്കൻ ആ എണ്ണയും ഉള്ളിയും എല്ലാം കൂടെ അതിൽ മിക്സ് ആവും. ഉപ്പും മസാലകളെല്ലാം നന്നായിട്ട് പിടിക്കുള്ളൂ. ഇനി ആ ചിക്കൻ നമ്മൾ അങ്ങനെ ഇളക്കുക. ഇനി തക്കാളിയും പച്ചമുളകും അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് മൂടി വയ്ക്കണം. അത് ഇളക്കാൻ പാടില്ല. മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവി കൊണ്ട് പെട്ടെന്ന് തക്കാളി മെൽറ്റായിക്കോളും. അതിന് വേണ്ടിയാണ് നമ്മൾ മൂടി വയ്ക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടും. ഇനി നമുക്കൊരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഓക്കെ, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി എടുത്തിട്ട് നോക്കാം. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം എന്താണ് സ്ഥിതിയെന്ന്. ഓക്കെ, അപ്പം ചിക്കനിലും കുറച്ച് പൊട്ടറ്റോ ഇട്ട് അതിൻ്റെ എല്ലാം ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാം വെള്ളം ഇറങ്ങി തക്കാളി മെൽറ്റായിട്ടുണ്ട്. അതിനെ ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് നമുക്ക് ഇനി സ്പെഷ്യലായിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ 1-2 ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ ചില്ലി സോസ്, അതുകൂടാതെ 1 സ്പൂൺ ടൊമാറ്റോ സോസ്. ഇത് 3ഉം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം വീണ്ടും ഒരു മാക്സിമം 10 മിനിറ്റ് ഈ വെള്ളം കുറച്ചൊന്ന് ഡ്രൈ ആകും. അതുവരെ നമ്മൾ വീണ്ടും മൂടി വെച്ച് വേവിക്കുന്നു. ഇനി വെള്ളം വറ്റുന്നതിന് വേണ്ടി ഒന്ന് മൂടി വയ്ക്കാം. റെഡിയായി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം. ഇനി തീ ഓഫ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി. ചിക്കൻ കറി റെഡി.